അഴിമതി കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ മന്ത്രിമാർ അഴിമതി കാണിക്കും. അവർക്ക് അതിനുള്ള ലൈസൻസ് കിട്ടുമല്ലേ. അതെ. ഈ പിന്നെ എന്താ പിന്നെ കുടുംബത്തിലെ നാഥൻ ശരിയല്ലെങ്കിൽ ബാക്കി എല്ലാവരും തൊലഞ്ഞു പോകുമെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി അഴിമതിക്കാരനെങ്കിൽ മന്ത്രിമാർ അഴിമതിക്കാർ, മന്ത്രിമാർ അഴിമതിക്കാരെങ്കിൽ IPS IAS ഉദ്യോഗസ്ഥന്മാർ കിട്ടുന്ന അവസരത്തിലെല്ലാം അഴിമതി കാണിക്കും. അവരും കൂടെ അഴിമതി ആയിക്കഴിഞ്ഞാൽ താഴെ വരുന്ന ഈ ഗസറ്റ് ഓഫീസർമാർ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ, നടന്ന് അഴിമതി കാണിക്കും. ഇത്രയും അഴിമതി ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ലർക്കിനും പിയൂണിനും ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവർ പിടിച്ചു പറിയായിരിക്കും. ഇപ്പോൾ ആ സ്റ്റേജിലേക്ക് നമ്മൾ പല സംസ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മൾ കണ്ടിട്ടില്ലേ, ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്. പിന്നെ ഗൂഗിൾ പേ ആയിട്ട് അഴിമതി പണം വാങ്ങിക്കുകയാണ്. അപ്പോൾ എന്ത് ധൈര്യമാണെന്ന് ആലോചിക്കണം. അതെ, അഴിമതി പണം ഗൂഗിൾ പേ ആയിട്ട് ചിലർ വാങ്ങിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം വലിയ പ്രശ്നമാണ് ഇതുണ്ടാക്കുന്നതെന്ന് നമുക്ക് ബോധ്യമാകില്ലേ. ഇത് അവസാനിപ്പിക്കണ്ടേ, ഇത് അവസാനിപ്പിക്കാനുള്ള മാർഗം ഇതല്ലേ എന്ന് പറഞ്ഞ് ഇത് ഞങ്ങളെ പൂട്ടാനാണെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും BJPക്കാരും ഇനി പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? അഴിമതിയിൽ ഒന്നാമത് നിൽക്കുന്ന മമതാ ബാനർജി എന്ന് പറഞ്ഞ് തുടങ്ങും. മമതാ ബാനർജി 25,000 അധ്യാപകരെ അവിടെ പോസ്റ്റ് ചെയ്തു. അത് ഹൈക്കോടതി അവിടെ സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി വന്നു, സുപ്രീം കോടതിയും അതെടുത്ത് തള്ളി. അപ്പോൾ ഇതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ശാരദാ ചിട്ടി കേസും മറ്റ് പലതും ഉണ്ട്. അപ്പം ഒരാളെ അടിക്കാൻ ആ ഒരു സാധനം കിട്ടിയേ. രണ്ടാമത് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ രേവന്ത് റെഡ്ഡി അടുത്ത മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിന് പിന്നെ നമ്മുടെ നാഷണൽ ഹെറാൾഡ് കേസിൽ അദ്ദേഹത്തിനും പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലും ആരോപണം വലിയ തോതിൽ നിൽക്കൊണ്ട്, സാമ്പത്തിക ആരോപണം ഉൾപ്പെടെയുള്ളത്, മണി ലോണ്ടറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിരെയും വരുന്നുണ്ട്. അതും അവിടെ നിൽക്കുകയാണ്. ഇനി തമിഴ്നാട് ചീഫ് മിനിസ്റ്ററൊക്കെ നേരിട്ട് പറയുന്നില്ലെങ്കിലും തമിഴ്നാട് അഴിമതിയിൽ കുളിച്ച ഒരു സംസ്ഥാനമാണെന്നുള്ളത് അണ്ണാമലൈ അവിടെ നാട് മുഴുവൻ നടന്ന് പറയുകയാണ്. 1000 കോടിയുടെ അഴിമതിയാണ് മദ്യത്തിൽ നടത്തിയത്. അത് നടത്തിയ സെന്തിൽ ബാലാജിയെ പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല 15 മാസം ജയിലിൽ കിടന്നിട്ടും അദ്ദേഹത്തിന് വകുപ്പില മന്ത്രിയായിട്ട് അവിടെ തുടരാൻ അവസരം കൊടുത്തു. അങ്ങനെയാണ് അവസാനം ഗവർണറെ പുറത്താക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയത്.